നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഇവിടെയുള്ള കാവേരി ഒരു തീരുമാനം എടുത്തു. തന്റെ അച്ഛനെ കൊന്നവനാണ് ജയപാലൻ. അവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അവനെ തന്നെ തീർക്കണം. അതിനു മുമ്പ് നിളയുടെ സർജറിക്ക് വേണ്ടുന്ന പണം അവന്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണം. ഇത്രയ്ക്ക് വലിയ ദുഷ്ടനാന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. തന്റെ അച്ഛൻ നെഞ്ചുപൊട്ടി മരിക്കാൻ കാരണം അയാൾ ഒറ്റ ഒരുത്തനാണ്. തന്റെ അച്ഛന്റെ സമ്പാദ്യം മുഴുവൻ തട്ടിയെടുത്തു. ഒടുവില് തന്റെ അച്ഛനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഒരുത്തനോട് ക്ഷമിക്കാനും സഹിക്കാനും പറ്റുന്ന കാര്യമായിരുന്നില്ല. ശിവരാമന്റെ വാക്കുകളായിരുന്നു കാവേരിയുടെ മനസ്സ് നിറയുണ്ടായിരുന്നേ. തന്റെ അച്ഛന് എത്രമാത്രം പണം മുടക്കിയിട്ടുണ്ട്. എല്ലാം തന്റെ കുടുംബത്തിനാന്ന് കരുതിയിരിക്കുമായിരുന്നു. പക്ഷെ അതെല്ലാം ഈ പറയുന്ന ജയപാലൻ തട്ടിയെടുത്തോണ്ടിരിക്കുമായിരുന്നു. കണ്ണി ചോരയില്ലാത്തവന്. അങ്ങനെ കാവേരി എന്ത് ചെയ്തു? നേരെ ജയപാലന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. കാരണം അയാളെ കാണണം എന്നൊരു ചിന്ത മാത്രം കാവേരിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചെന്ന് കഥയൊക്കെ അടഞ്ഞെടുക്കുകയാണ്. കാവേരി എന്ത് ചെയ്തു? ഒരൊറ്റ തൊഴി കൊടുത്തു. കഥയൊക്കെ തുറന്നു വന്നു. ശബ്ദം കേട്ടോണ്ടാണ് ജയപാലൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. കൂടെ രാഗിണി ഉണ്ടായിരുന്നു. കാവേരിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജയപാലൻ ഒരു അന്താളിപ്പോട് കാവേരിയെ നോക്കുകയാണ്. കാവേരിയുടെ മുഖം അത്രമാത്രം ദേഷ്യത്താ ചുവന്ന് കൊടുത്തിരുന്നു. കാവേരിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രാഗിണി വെച്ചു, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. അതും പറഞ്ഞ് ഞങ്ങൾ കയറി വരുമ്പോഴത്തേനും അങ്ങോട്ട് മാറി നിൽക്കടിന്ന് പറഞ്ഞ് രാഗിണി ഞങ്ങൾ തട്ടി മാറ്റി. എനിക്ക് നിന്റെ അച്ഛനോടാ, ഈ നിൽക്കുന്ന ഇയാളോടാ സംസാരിക്കാനുള്ള, മിസ്റ്റർ ജയപാലനോട് എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ജയപാലൻ പറഞ്ഞു, നീ എന്താ വലിയ ഷോ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണോ? ഷോ ഞാൻ തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നുള്ളൂ ജയപാല. ഞാൻ ആരാ നീ അറിയാൻ പോകുന്നുള്ളെന്ന് പറഞ്ഞു. പിന്നീട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കത്തിയിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അതങ്ങോട്ട് എടുത്തു. അതെടുത്തിട്ട് അയാളുടെ കഴുത്തേലേക്ക് അങ്ങോട്ട് വെക്കണം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് എൻ്റെ അച്ഛൻ മുടക്കിയ പൈസ മൊത്തം കിട്ടണം. തോട്ടത്തിന് വേണ്ടി മുടക്കിയ പൈസ. എൻ്റെ അനുജത്തിയുടെ സർജറിയാണ്. അപ്പൊ അതിന് കുറച്ച് പൈസ വേണം. മര്യാദയ്ക്ക് പൈസ വന്നോണം. തട്ടിച്ചെടുത്ത പൈസ മൊത്തം കിട്ടിയില്ലെങ്കിൽ ഈ കാവേരി ആരാ നീ അറിയുന്നു പറഞ്ഞുകൊണ്ട് ആ കത്തി അയാളുടെ കഴുത്തിനങ്ങോട്ട് വെക്കണം. ഒരു നിമിഷം ജയപാലൻ ഞെട്ടിപ്പോയി. രാഗിണി അന്താളിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും കാവേരി രാഗിണിയോട് പറഞ്ഞു, മിണ്ടി പോയേക്കരുത്, അറിയാലോ. ഇവൾ കിടന്ന് ഒച്ചപ്പാടും ബേളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛന്റെ ജീവൻ ഞാൻ അങ്ങോട്ട് എടുക്കും. എനിക്കിനിയിപ്പോ ഒന്നും നോക്കാനില്ല. ഞങ്ങളുടെ കുടുംബം നശിച്ച ഈ നിൽക്കുന്ന നിന്റെ അച്ഛൻ ഒരുത്തനാ. എത്രമാത്രം പൈസ എന്നറിയോ എന്റെ അച്ഛൻ അവിടെ നിന്ന് അയച്ചു വിട്ടുണ്ടെന്ന് എല്ലാം ഇയാളെടുത്തു. അതും പോരാഞ്ഞിട്ട് എന്റെ അച്ഛനെ കൊന്നു. ഇയാളുടെ വാക്കുകൾ കേട്ടിട്ടാ എന്റെ അച്ഛൻ നെഞ്ചു പൊട്ടി മരിക്കുന്നേ. ശരിക്കും നിങ്ങള് ദുഷ്ടനൊന്നും നിങ്ങളെ വിളിക്കാൻ പറ്റില്ല. അതിനപ്പുറത്തേക്കുള്ള വാക്കുകളൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും ജയപാലൻ പറഞ്ഞു, നീ എന്താ വീട്ടിൽ വന്നു കിടന്ന് ഗുണ്ടായസം കാണിക്കണോ? ആണെങ്കില് പോലീസിനെ വിളിക്കണോ? താൻ പോലീസിനെ വിളിക്കുക. പോലീസ് വരട്ടെ, ഞാൻ കാര്യങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജയപാലൻ ഒന്ന് പേടിച്ചുപോയി. ആ സമയത്ത് കാവേരി എന്ത് ചെയ്തു? കഴുത്തേലുള്ള ആ കത്തിയുടെ പിടി ഒന്നുകൂടെ ഒന്ന് മുറുക്കുവാണ്. ഒരു നിമിഷം ജയപാലൻ പറഞ്ഞു, കാവേരി പ്ലീസ്, കഴുത്ത് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ജീവൻ പോവട്ടടാ. നീ ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കാനുള്ള യോഗ്യത നിനക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് പോകേണ്ടവനാ. നിന്നെ പോലുള്ള ദുഷ്ടന്മാരൊന്നും ഭൂമിയിൽ ഒരിക്കലും ജീവനോടെ ഇരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. കാവേരി, ഞാൻ പറയുന്നൊന്ന് കേട്ട്. എടാ എനിക്കിനി ഒന്നും കേൾക്കാനില്ല. എനിക്ക് പറയാനേ ഉള്ളൂ. എനിക്ക് പണം കിട്ടണം. ആ തോട്ടത്തിന് വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ പണം തന്നിട്ടുണ്ട്. അത്രയും പണം മുഴുവൻ എനിക്ക് കിട്ടിയേ മതിയാവുള്ളൂ. അപ്പോഴേക്കും ജയപാലൻ പറഞ്ഞു, അല്ല പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ തോട്ടം വിറ്റിട്ടാണെങ്കിൽ നീ എനിക്ക് പണം തരണം. 3 ദിവസം അവധി നിനക്ക് തരുന്നുണ്ട്. ആ അവധിക്കുള്ളിൽ തന്നെ പണം തന്നില്ലെങ്കിൽ പിന്നെ ജയപാല, ഈ കാവേരി ആരാ നീ അറിയാൻ പോകുന്നുള്ളൂ. നിന്നെ ശരിക്കും ഞാൻ നാറ്റിക്കും. പിന്നെ നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഈ സമയം രാഗിണി പറഞ്ഞു, നീ എന്താടി വെല്ലു വിളിക്കുവാണോ? പെട്ടെന്ന് കാവേരി അങ്ങോട്ട് ചെന്നു. അവളുടെ മുഖം അടിച്ച് ഒറ്റ എണ്ണം അങ്ങോട്ട് ഇട്ടുകൊടുത്തു. മിണ്ടി പോയേക്കല്ലേ. ഞങ്ങൾ സംസാരിക്കുമാതിരി ഇടയ്ക്കിലേക്ക് കയറിയാണ്ടല്ലോ. ഇതായിരിക്കില്ല, ഇതിന്റെ അപ്പുറത്തായിരിക്കും നിനക്ക് കിട്ടാൻ പോന്നെ. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ഒന്നും മിണ്ടാതെ ജയപാലൻ ആകപ്പാടെ അന്താളിപ്പോടെ നിൽക്കുവാണ്. കണ്ടില്ലേ, നിന്റെ തന്ത വരെ ഒന്നും മിണ്ടാതെ നിൽക്കുക. അതിന്റെ കാരണം എന്താ? ഇയാൾ എന്റെ കയ്യിൽ നിന്ന്, എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാഗിണി പറഞ്ഞു, വെറുതെ അനാവശ്യം പറയരുത്. നിന്റെ അച്ഛന്റെ പണമൊന്നും എന്റെ അച്ഛന് വേണ്ട. എടീ, അങ്ങേരോട് തന്നെ ചോദിച്ചു നോക്ക്. സ്വന്തം പൈസയും കൊണ്ടാണോ ഇത്രയും കാലം ജീവിച്ചതെന്ന്? നിന്നെയൊക്കെ ഹോസ്റ്റലൊക്കെ തീറ്റിപ്പൊറ്റിക്കൊണ്ടിരുന്നേ എന്റെ അച്ഛന് അങ്ങ് ഗൾഫിൽ പോയി കിടന്ന് അധ്വാനിച്ച് പണം കൊണ്ടാടി. എന്നിട്ട് അവിടെ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ് രാഗിണിയെ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാഗിണിക്ക് ആ പടം നാണക്കേട് തോന്നി. ഈ സമയത്ത് കാവേരി എന്ത് ചെയ്തു? കയ്യിലിരുന്ന് ആ കത്തി താഴേക്ക് ഇട്ടു. എന്നിട്ട് പറഞ്ഞു, ഇനി മേലാല് ഇതുപോലത്തെ പണിയായിട്ട് എന്റെ പിന്നാലെ വന്നാണ്ടല്ലോ, എത്രയും പെട്ടെന്ന് തന്നെ ആ തോട്ടം വിറ്റിട്ടോ വിൽക്കാതെയോ പൈസ തന്നിരിക്കണം. 3 ദിവസം തരും. 3 ദിവസത്തിനുള്ളിൽ തന്നിരിക്കണം. അല്ലെ കാവേരി ഒരു വരവും കൊണ്ട് വരും. അതിങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് കാവേരി അവിടെ നിന്ന് ഇറങ്ങണേ.
ആ സമയം രാഗിണി ചോദിച്ചു, സത്യമാണോ വെച്ചാൽ അവളീ പറഞ്ഞതൊക്കെ? എൻ്റെ മോളെ, അവൾക്ക് എന്തെങ്കിലും പറയണ്ടേ? അവൾക്ക് ഇപ്പം ആ തോട്ടം കിട്ടണം, അതിന് വേണ്ടിയിട്ടുള്ള അവളുടെ അടവും അഭ്യാസവും ഒക്കെയാ. അതെനിക്ക് മനസ്സിലായി. രാഗിണി പറഞ്ഞു, ഒരു കാരണവശാലും വിട്ടുകൊടുക്കല്ല അച്ഛാ. മോളെ സൂക്ഷിക്കാൻ നല്ലതാ, കാരണം അവളായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ മടിക്കില്ല എന്നൊക്കെ പറഞ്ഞു. രാണിക്കും വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതേ സമയം കാവേരി ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചാ പോകുന്നേ. വഴിക്ക് വെച്ച് നിവിനെ കാണുന്നുണ്ട്. നിവിനെ മൈൻഡ് ചെയ്യാതെ കാവേരി പെട്ടെന്ന് തന്നെ പോയി. ഇനിയിപ്പൊ നിവിനെ കണ്ടിട്ട് അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട്. കാവേരി വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേനും ശാരദ എന്ത് ചെയ്തു, തന്റെ കാതെ കിടന്ന മുട്ടുകമ്മലിലും അതുപോലെ ആ ചെയിനും എല്ലാം എടുത്ത് അങ്ങോട്ട് വെച്ചേക്കോളാം. മോളെ, ഇതെന്താന്ന് വെച്ചാൽ നീ കൊണ്ട് വിൽക്കുവോ പണയം വെക്കുവോ എന്താന്ന് ചെയ്യാം. നമ്മുടെ നിലമോളുടെ സർജറിയും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതല്ലേ, എത്രയും പെട്ടെന്ന് നടത്തണം എന്നല്ല ഡോക്ടർ പറഞ്ഞത്. പിന്നെ അച്ഛൻ്റെ ചെയിനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. വേണ്ടമ്മേ, ഇതിവിടെ ഇരുന്നോട്ടെ. ഇതും കൊണ്ട് പോയാലും ഒന്നും ആവത്തില്ല. 10 ലക്ഷം രൂപ വേണ്ടേ സർജറിക്ക് മാത്രം, അത് കൂടാതെ അല്ലാതെ വേറെയും പൈസ വേണം. അത് ഇതും കൊണ്ട് തികയത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അല്ല പിന്നെ എന്താ പോംവഴി എന്താന്ന് ചോദിച്ചു. നോക്കട്ടെ അമ്മേ, എന്തേലും ഒരു പോംവഴി കാണും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ജയപാലിനെ പോയി കണ്ടായിരുന്നു പറഞ്ഞു. എന്നിട്ടോ? അയാളെ ഞാൻ വെല്ലുവിളിച്ചിട്ടാ പോന്നിരിക്കുന്നത്. 3 ദിവസത്തിനുള്ളിൽ പണം തന്നില്ലെങ്കിൽ ഈ കാവേരി ആരാന്ന് അറിയൂന്ന്. നീ എന്തിനാ മോളെ അയാളെ വെല്ലുവിളിക്കാൻ പോയത്? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അമ്മേ, പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയേണ്ട സമയത്ത് പറയണം, അല്ലാതെ മിണ്ടായിരുന്നിട്ട് കാര്യമില്ല. അയാളുടെ ക്രൂരതകൾ ഒരു പക്ഷെ അച്ഛൻ നമ്മുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മുടെ അച്ഛൻ ഉണ്ടാക്കിയ പൈസയും കാര്യങ്ങളൊക്കെ ജയപാലിന് ആ തോട്ടത്തിന് വേണ്ടിയിട്ട് മുടക്കിയിട്ട് ആ തോട്ടം നമുക്ക് തരാതിരിക്കുമല്ലേ ചെയ്തേ. അങ്ങനെയാണെങ്കിൽ ആ തോട്ടം നമ്മുടെ ഇവർക്ക് കിട്ടണം, അല്ലെങ്കിൽ ആ തോട്ടത്തിൻ്റെതായ പൈസയും കാര്യങ്ങളും കിട്ടണം. നിളമോളുടെ സർജറിക്ക് വേണ്ടിയിട്ട് ഞാൻ അത് ആഗ്രഹിക്കുന്നു പറഞ്ഞു. ശാരദ ഒരു നിമിഷം അന്തം വിട്ടുപോയി. ശാരദ ചോദിച്ചു, നീ എന്തൊക്കെയാ പറയണേ? ജയപാലിന് ആ തോട്ടം വിട്ടു തരുമെന്ന് തോന്നുന്നുണ്ടോ? പൈസ തരുമെന്ന് തോന്നുന്നുണ്ടോ? തരൂ അമ്മേ, അമ്മ ധൈര്യമായിട്ടിരിക്കുക. കണ്ടോ, അധികം വൈകാതെ തരും. 3 ദിവസമായ സമയം പറഞ്ഞിരിക്കുന്നത്, അതിനുള്ളിൽ തന്നെ തരുമെന്നും പറഞ്ഞിട്ട് കാവേരി അങ്ങോട്ട് കയറിപ്പോയി. ആ സമയം യമുന പറഞ്ഞു, അല്ല കാവേരി ചേച്ചി എന്ത് ഭാവിച്ചാ? കാവേരി ചേച്ചി എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നില്ലെന്ന് പറഞ്ഞു. ഗംഗ പറഞ്ഞു, അത് ശരിയാ, ആ ജയപാലനിട്ട് പണി കൊടുക്കാനുള്ള സമയം പണ്ടേ കഴിഞ്ഞാ. അയാൾ ഇത്രയൊക്കെ ആയിട്ട് പഠിച്ചിട്ടൊന്നും ഇല്ലല്ലോ. എത്ര കിട്ടിയാലും അയാൾ പഠിക്കത്തില്ലാന്ന് തോന്നിയെന്ന് പറഞ്ഞു. ആ സമയം ശാരദ പറഞ്ഞു, എന്നാലും എൻ്റെ അരവിന്ദനെ അയാൾ അത്ര കണ്ട് വിശ്വസിച്ച് കൂടെ നിർത്തിയതാ. ഒടുവിൽ അരവിന്ദനെ ചെന്ന് തന്നെ അയാൾ ചതിച്ചില്ലെന്ന് ചോദിച്ചു. ഇത് കേട്ടോണ്ട് വന്ന് രാധ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നല്ലതാ, പക്ഷെ ഓവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, നിന്റെ അച്ഛനോട് എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ, അപ്പോൾ അച്ഛൻ അനുസരിക്കില്ലായിരുന്നു. പിന്നെ ജയപാലനും അതുപോലൊക്കെ തന്നെയായിരുന്നു നിന്നെ. ഇപ്പൊ കണ്ടില്ലേ, ഒരാപത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അയാളുടെ ചതികളെല്ലാം പുറത്തിയാടിയത്. ഈ സമയത്ത് നിളമോൾ അങ്ങോട്ടേക്ക് വരുന്നേ. നിളമോള് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഒരു സംസാരം നിർത്തി. കാരണം നിളമോളുടെ മുന്നിൽ വെച്ച് അവരൊന്നും പറയാറില്ല. കാരണം നിളമോൾക്ക് വിഷമാവല്ലോ എന്ന് കരുതിയിട്ടാണ് ഒന്നും പറയാതിരിക്കുന്നത്. ഇനിയിപ്പോൾ അതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീലമോൾക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ചിലപ്പോൾ സർജറി ഒക്കെ വേണ്ടാന്ന് പറയുകയും ചെയ്യും. കാവേരിക്കാണെങ്കിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ പൈസ കിട്ടും നിലമോളുടെ സർജറി നടത്താന്ന്. പക്ഷേങ്കിൽ ശാരദയ്ക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ജയപാലനാണ്, അയാൾ പൈസ കൊടുത്താൽ കൊടുത്തെന്ന് പറയാം, ഇല്ലെങ്കിൽ കൊടുക്കാനൊന്നും പോകുന്നില്ല. ചിലപ്പോൾ ഗുണ്ടകളെ വിട്ടിനി വരെ തല്ലിക്കുവോ അങ്ങനെ ആക്രമണം ഉണ്ടാവുമോ താക്ക് നേരെ എന്ന് പോലും ശാരദ ഒരു നിമിഷം ഭയന്നു പോയായിരുന്നു. ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്നൊരു തീരുമാനത്തിലായിരുന്നു കാവേരി. കാരണം അയാളെ കൊണ്ട് തന്നെ പൈസ തരിക്കണം. തൻ്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയല്ലേ, അതങ്ങനെ വെറുതെ വിട്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു ഉറച്ച തീരുമാനത്തിലായിരുന്നു താനും കാവേരി. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും ജയപാലിന് കിട്ടാൻ പോകുന്ന നല്ല ഇടിവെട്ട് പണി തന്നെയാണ്. കാവേരി അടങ്ങിയിരിക്കില്ല. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.